എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഈ പാഠ്യപദ്ധതിയിലെ 11ാമത്തെ യൂണിറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 യൂണിറ്റുകളിലായി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ആം, ഈസ്, ആർ, ഹാവ് പോലെയുള്ള വാക്കുകളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒന്നാണ്. കാരണം നമുക്ക് ഡയറി എഴുതാൻ അല്ലെങ്കിൽ നമുക്കൊരു നരേഷൻ, സ്റ്റോറി ടെല്ലിങ്, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. വർക്ക്, ഗോട്ട്, വെൻ, എക്സ്ട്രാ, പാസ്റ്റ് സിമ്പിൾ എന്നുള്ളത്. ആദ്യം തന്നെ ഒരു ഉദാഹരണം കൊടുത്ത് കാണാം. ഓക്കെ, രണ്ടുപേരിരുന്ന് ടി വി കാണുന്നു. ഓക്കെ, ദേ വാച്ച് ടെലിവിഷൻ എവരി ഈവനിങ്. അവർ എല്ലാ ദിവസവും ടി വി കാണാറുണ്ട് എന്നർത്ഥം. അപ്പോൾ വാച്ച് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ചെയ്യാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതാണ്. ഇനി ദേ വാച്ച് എന്നായി കഴിഞ്ഞാൽ ആ വാച്ച് എന്നുള്ളതിൻ്റെ വെർബിനോട് കൂടി ഇ എന്ന് ചേർത്ത് കഴിയുമ്പോൾ കണ്ടു എന്നർത്ഥം വരുന്നു. ഓക്കെ, ദേ വാച്ച് ടെലിവിഷൻ യെസ്റ്റർഡേ ഈവനിങ്. അവർ ഇന്നലെ ടി വി കണ്ടു. ആകെ വ്യത്യാസം കാണാറുണ്ട് എന്നുള്ള പദം കണ്ടു എന്നാക്കാൻ വന്ന ആകെയുള്ള വ്യത്യാസം എന്താണ്? വാച്ച് എന്നുള്ളത് വാച്ച്ഡ് എന്നായി മാറി എന്നർത്ഥം. അപ്പോൾ വാച്ച്ഡ് എന്നുള്ള രൂപത്തിനെയാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. ഒരു വെർബിനോടിൻ്റെ ഇൻഫിനിറ്റീവ് ഫോമിനോട് കൂടി ഇ ചേരുമ്പോൾ ലഭിക്കുന്ന രൂപമാണ് എന്ത്? പാസ്റ്റ് ടെൻസ് എന്നുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അത് ഐ ആയാലും ഏകവചനമായാലും ബഹുവചനമായാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാച്ച്ഡ് എന്നുള്ളത് തന്നെ ഉപയോഗിക്കാം. ഐ വാച്ച്ഡ്, ഞാൻ കണ്ടു. വി വാച്ച്ഡ്, നമ്മൾ കണ്ടു. യു വാച്ച്ഡ്, നിങ്ങൾ കണ്ടു. ദേ വാച്ച്ഡ്, അവർ കണ്ടു. ഹി വാച്ച്ഡ്, അവൻ കണ്ടു. ഷീ വാച്ച്ഡ്, അവൾ കണ്ടു. ഇറ്റ് വാച്ച്ഡ്, അത് കണ്ടു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇവിടെ ഏകവചന ബഹുവചന വ്യത്യാസങ്ങളില്ല എന്നർത്ഥം. ഈ ബി എന്നുള്ള സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ദ പാസ്റ്റ് സിമ്പിൾ ഈസ് ഓഫ് എൻ ഇ ഡി. മിക്കപ്പോഴും ഇ ഡി വെർബിനോട് കൂടി ഇ ഡി എന്ന് ചേരുന്നതിനെയാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ എന്ന് പറയുന്നത്. വർക്ക് എന്നുള്ളത് വർക്ക്ഡ് എന്നാവുന്നു. ക്ലീൻ എന്നുള്ളത് ക്ലീൻഡ് എന്നാവുന്നു. സ്റ്റാർട്ട് എന്നുള്ളത് സ്റ്റാർട്ടിഡ് എന്നാവുന്നു. സ്റ്റേ എന്നുള്ളത് സ്റ്റേയ്ഡ് എന്നാവുന്നു. അറൈവ് എന്നുള്ളത് അറൈവ്ഡ് എന്നാവുന്നു. ഡാൻസ് എന്നുള്ളത് ഡാൻസ്ഡ് എന്നാവുന്നു. അപ്പോൾ അർത്ഥം എന്താണ് വരുന്നത്? വർക്ക് പറഞ്ഞാൽ ജോലി ചെയ്യുക, വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു. ക്ലീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക, ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കി. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക, സ്റ്റാർട്ടിഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങി. സ്റ്റേ എന്ന് പറഞ്ഞാൽ താമസിക്കുക, സ്റ്റേയ്ഡ് എന്ന് പറഞ്ഞാൽ താമസിച്ചു. അറൈവ് എന്ന് പറഞ്ഞാൽ എത്തുക, അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എത്തി. ഡാൻസ് എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക, ഡാൻസ്ഡ് എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തു എന്നർത്ഥം. കുറച്ച് ഉദാഹരണം നോക്കാം. ഐ ക്ലീൻ മൈ ടീത്ത് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ പല്ല് വൃത്തിയാക്കാറുണ്ട്. ദിസ് മോർണിംഗ് ഐ ക്ലീൻഡ് മൈ ടീത്ത്. ഇന്ന് രാവിലെയും ഞാൻ എൻ്റെ പല്ല് വൃത്തിയാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൃത്തിയാക്കി എന്നർത്ഥം. ചെറി വർക്ക്ഡ് ഇൻ എ ബാങ്ക് ഫ്രം 1986 to 1993. 1986 മുതൽ 1993 വരെ ചെറിയ ഒരു ബാങ്കിൽ ജോലി ചെയ്തു. അപ്പോൾ വർക്ക്ഡ് എന്നായതുകൊണ്ട് ജോലി ചെയ്തു എന്നർത്ഥം വരുന്നു. യെസ്റ്റർഡേ ഇറ്റ് റൈൻഡ് ഓൾ മോർണിംഗ്. ഇന്നലെ രാവിലെ മുഴുവൻ മഴ പെയ്തു. ഇറ്റ് റൈൻഡ് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു എന്നർത്ഥം. ഇറ്റ് സ്റ്റോപ്ഡ് അറ്റ് ലഞ്ച് ടൈം. ആ ലഞ്ച് സമയത്ത് നിന്നു. അപ്പോൾ സ്റ്റോപ്പ് എന്നുള്ളത് സ്റ്റോപ്പ്ഡ് എന്നായപ്പോൾ നിന്നു എന്നർത്ഥം വരുന്നു. വി എൻജോയ്ഡ് ദ പാർട്ടി ലാസ്റ്റ് നൈറ്റ്. ഞങ്ങൾ ഇന്നലെ രാത്രിക്കലത്തെ പാർട്ടി എൻജോയ് ചെയ്തു. അപ്പോൾ എൻജോയ് എന്നുള്ളത് എൻജോയ്ഡ് എന്നായാൽ എൻജോയ് ചെയ്തു എന്നർത്ഥം വരുന്നു. വി ആസ്വദിച്ചു എന്നർത്ഥം വരുന്നു. വി ഡാൻസ്ഡ് എ ലോട്ട് ആൻഡ് ടോക്ക് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. വി ഡാൻസ്ഡ് എ ലോട്ട് ആൻഡ് ടോക്ക് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഞങ്ങൾ നൃത്തം ചെയ്തു, കുറേ ആളുകളോട് സംസാരിച്ചു. അപ്പോൾ ഡാൻസ് എന്നുള്ളത് ഡാൻസ്ഡ് ആയ നൃത്തം ചെയ്തു എന്നർത്ഥം വരുന്നു. ടോക്ക് എന്നുള്ളത് ടോക്ക്ഡ് ആയാൽ സംസാരിച്ചു എന്നർത്ഥം വരുന്നു. ദ പാർട്ടി ഫിനിഷ്ഡ് അറ്റ് മിഡ് നൈറ്റ്. അർദ്ധരാത്രിയാണ് പാർട്ടി അവസാനിച്ചത്. അപ്പോൾ ഫിനിഷ് എന്നുള്ളത് ഫിനിഷ്ഡ് ആവുന്നു. അപ്പോൾ ഇവിടെ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇ ഡി ചേർത്താൽ ചെയ്തു എന്നർത്ഥം വരും. എങ്കിലും എല്ലാ സ്ഥലത്തും ഇ ഡി അല്ല ചേർക്കുന്നത്. ഇപ്പോൾ ട്രൈ എന്നുള്ള വാക്കാണെങ്കിൽ വൈ മാറ്റിയിട്ട് ഐ ഇ ഡി ചേർക്കുന്നു. ട്രൈഡ്. സ്റ്റഡി എന്നുള്ളത് വൈ മാറ്റിയിട്ട് വൈയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും എന്ത് ചെയ്യുന്നു? നമ്മൾ വൈ മാറ്റിയതിന് ശേഷം ഇ ഡി ആണ് ചേർക്കുന്നത്. കോപ്പി എന്നുള്ളത് കോപ്പീഡ് എന്നാവുന്നു. അതുപോലെ സ്റ്റോപ്പ് എന്നുള്ളിടത്ത് ആ പി എന്നുള്ളത് ഡബിൾ ആകുന്നു. പ്ലാൻ എന്നുള്ളിടത്ത് എൻ എന്നുള്ളത് ഡബിൾ ആകുന്നു. ഇതുമായി ബന്ധപ്പെട്ട സ്പെല്ലിങ്ങിൻ്റെ കാര്യങ്ങൾ അപ്പൻഡിക്സ് 5 കൊടുത്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്. അവിടെയാണ് നിങ്ങളത് പഠിക്കേണ്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില വെർബുകൾ ഇ ഡി ചേർക്കുകയല്ല ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ. അത്തരം വെർബുകളെ ഇറഗുലർ വെർബ്സ് എന്നാണ് പറയുന്നത്. സം വെർബ്സ് ആർ ഇറഗുലർ. ദ പാസ്റ്റ് സിമ്പിൾ ഈസ് നോട്ട് ഇ ഡി. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് ഇ ഡി വരാത്ത ഫോമുകളെയാണ് നമ്മൾ ഇറഗുലർ എന്ന് പറയുന്നത്. ഹിയർ ആർ സം ഇമ്പോർട്ടൻറ്റ് ഇറഗുലർ വെർബ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇറഗുലർ വെർബുകളെ ഇവിടെ കൊടുത്തിരിക്കുകയാണ്.
ഓക്കെ, അതിൻ്റെ ഫുൾ കംപ്ലീറ്റ് നിങ്ങൾക്കറിയാൻ അപ്പൻഡിക്സ് 2ഉം 3ഉം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മുഴുവൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന എല്ലാ വെർബുകളുടെയും ഇറഗുലർ വെർബ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബിഗിൻ എന്നുള്ളത് ബിഗാൻ. ഓക്കെ, ബിഗിൻ തുടങ്ങുക, ബിഗാൻ എന്നുള്ളത് തുടങ്ങി. ബ്രേക്ക് പൊട്ടിക്കുക, ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു എന്നർത്ഥം. ബ്രിങ് കൊണ്ടുവരിക, ബ്രോട്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നർത്ഥം. ബിൽഡ് എന്നുള്ളത് ബിൽറ്റ് ആയി കഴിഞ്ഞാൽ നിർമ്മിച്ചു എന്നർത്ഥം. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. ക്യാച്ച് പിടിക്കുക, കോട്ട് പിടിച്ചു. കം വരിക, കെയിം വന്നു. ഡു ചെയ്യുക, ഡിഡ് ചെയ്തു. ഡ്രിങ്ക് കുടിക്കുക, ഡ്രാങ്ക് കുടിച്ചു. ഈറ്റ് കഴിക്കുക, എയ്റ്റ് കഴിച്ചു. ഫോൾ വീഴുക, ഫെൽ വീണു. ഫൈൻഡ് കണ്ടെത്തുക, ഫൗണ്ട് കണ്ടെത്തി. ഫ്ലൈ പറക്കുക, ഫ്ലീവ് പറന്നു. ഫോർഗെറ്റ് മറക്കുക, ഫോർഗോട്ട് മറന്നു. ഗെറ്റ് ലഭിക്കുക, ഗെറ്റിന് കുറേ അർത്ഥങ്ങളുണ്ട്. അത് നമ്മൾ ഒരർത്ഥം മാത്രമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഗെറ്റപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കുക എന്നാണ്. അപ്പോൾ ഗെറ്റ് എന്നാണ് ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക, ഗോട്ട് കിട്ടി. ഗിവ് നൽകുക, ഗേവ് നൽകി. ഗോ പോകുക, വെൻറ്റ് പോയി. ഹാവ് കഴിക്കുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നർത്ഥം. അത് ഹാഡ് ഉണ്ടായി അല്ലെങ്കിൽ കഴിച്ചു എന്നൊക്കെ അർത്ഥം വരുന്നു. ഹിയർ ഹേർഡ് എന്നുള്ള വാക്കാണ് വരുന്നത്. ഇ ഡി അല്ല, ജസ്റ്റ് ഒരു ഡി മാത്രമേ ഉള്ളൂ. നോ ന്യൂ എന്ന് പറയുന്നു. ലീവ് എന്നുള്ളതിൻ്റെ ലെഫ്റ്റ്. ലോസ് ലോസ്റ്റ്. മേക്ക് എന്നുള്ളത് മെയ്ഡ്. മീറ്റ് കണ്ടുമുട്ടുക, കണ്ടുമുട്ടി. മെറ്റ് കണ്ടുമുട്ടി. പേ പെയ്ഡ്. പുട്ട് എന്നുള്ളതിൻ്റെ പുട്ട് എന്ന് തന്നെ. റീഡ് എന്നുള്ളതിൻ്റെ അതേ സ്പെല്ലിംഗ് ആണ്, പക്ഷേ പ്രൊണൗൺസിയേഷൻ റെഡ് എന്ന് വായിക്കണം. ചെയ്തു എന്നർത്ഥം ലഭിക്കണമെങ്കിൽ റെഡ് എന്നാണ് വായിക്കേണ്ടത്. റിങ് എന്നുള്ളത് റാങ് ആവുന്നു. സേ എന്നുള്ളത് സെയ്റ്റ് ആവുന്നു. സി എന്നുള്ളത് സോ ആവുന്നു. സി കാണുക, സോ കണ്ടു. സെൽ എന്നുള്ളത് വിൽക്കുക, സോൾഡ് വിറ്റു. സിറ്റ് ഇരിക്കുക, സാറ്റ് ഇരുന്നു. സ്ലീപ്പ് ഉറങ്ങുക, സ്ലെപ്റ്റ് ഉറങ്ങി. സ്പീക്ക് സംസാരിക്കുക, സ്പോക്ക് സംസാരിച്ചു. സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റുഡ് നിന്നു. ടേക്ക് എടുക്കുക, ടുക്ക് എടുത്തു. ടെൽ പറയുക, ടോൾഡ് പറഞ്ഞു. തിങ്ക് ചിന്തിക്കുക, തോട്ട് ചിന്തിച്ചു. വിൻ വിജയിക്കുക, വൺ വിജയിച്ചു. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഓക്കെ, ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇറഗുലർ വെർബ്സ് ആണ്. സാധാരണഗതിയിൽ ഇ ഡി ചേർത്താൽ നിങ്ങൾക്ക് പാസ്റ്റ് ലഭിക്കുമെങ്കിലും ഇത്തരം കുറച്ച് വാക്കുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കുറച്ച് ഉദാഹരണം നോക്കും. ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് ഏർലി ബട്ട് ദിസ് മോർണിംഗ് ഐ ഗോട്ട് അപ്പ് അറ്റ് 9:30. ഞാൻ സാധാരണ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ 9:30ക്കാണ് എണീറ്റത്. ഓക്കെ, വി ഡിഡ് എ ലോട്ട് ഓഫ് വർക്ക്. ഞങ്ങൾ ഒരുപാട് വർക്ക് ഇന്നലെ ചെയ്തു. യെസ്റ്റർഡേ. കരോലിൻ വെന്റ് ടു ദ സിനിമ 3 times ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച 3 പ്രാവശ്യം കരോലിൻ സിനിമക്ക് പോയി. ജിം കെയിം ഇൻ ടു ദ റൂം. ജിം റൂമിലേക്ക് വന്നു. ടുക്ക് ഓഫ് ഹിസ് കോട്ട് ഊരി. ആൻഡ് സാറ്റ് ഡൗൺ എന്നിട്ടിരുന്നു എന്നർത്ഥം വരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഇ ഡി ആണ് എങ്കിൽ പോലും ചില വാക്കുകൾ ഇറഗുലർ ആണ്. ഇതെല്ലാം കാണാപ്പാഠം പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ വളരെ കുറച്ച് വെർബുകളാണ്, 125ഓളം വെർബുകളാണ് സാധാരണഗതിയിൽ ഇങ്ങനെ ഇറഗുലർ വെർബായിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ വെർബുകളും ഇ ഡി ചേർത്താൽ മതി. ഇതിൽ അപ്പൻഡിക്സിൽ കൊടുത്ത 125ഓളം വെർബുകൾ ബൈ ഹാർട്ട് ചെയ്യുക. അവയിലല്ലാതെ വീഴുന്ന എല്ലാ വെർബുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇ ഡി ചേർത്താൽ നിങ്ങൾക്ക് ചെയ്തു എന്നർത്ഥം ലഭിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പാസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള യൂണിറ്റ് 1 കഴിഞ്ഞ യൂണിറ്റാണ്, യൂണിറ്റ് 10. പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഫോമുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂണിറ്റ് 12 അടുത്ത ലെസൺ ഉണ്ട്. എഗോ എന്നുള്ള വാക്ക് ഇതിന് മുന്നേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ നിങ്ങൾക്ക് യൂണിറ്റ് 19 കൂടി പഠിക്കേണ്ടതുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എക്സർസൈസുകൾ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് സെൻറ്റൻസസ്. യൂസ് വൺ ഓഫ് ദീസ് വേർബ്സ് ദ പാസ്റ്റ് സിമ്പിൾ. ഓക്കെ, അവിടെ കംപ്ലീറ്റ് ഈ സെൻറ്റൻസുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ക്ലീൻ, ഡൈ, എൻജോയ്, ഫിനിഷ്, ഹാപ്പൻ, ഓപ്പൺ, റൈൻ, സ്റ്റാർട്ട്, സ്റ്റേ, വാൻ. ഇവയുടെ എല്ലാം പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളത് എന്ത് ചെയ്യേണ്ടത്, അത് ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാത്തിനും ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് ടെൻസ് ലഭിക്കുമെന്ന് നമ്മൾ അദ്ദേഹത്തിൽ പഠിച്ചതാണ്. ഒരു ഉദാഹരണം, ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഐ ക്ലീൻ മൈ ടീത്ത് 3 times യെസ്റ്റർഡേ. ഞാൻ എൻ്റെ പല്ല് ഇന്നലെ 3 പ്രാവശ്യം വൃത്തിയാക്കി എന്നർത്ഥം. ഇനി രണ്ടാമത് നോക്കൂ. ഇറ്റ് വാസ് ഹോട്ട് ഇൻ ദ റൂം സോ ഐ ഡാഷ് ദ വിൻഡോ. നിങ്ങൾ വിൻഡോ എന്താണ് ചെയ്തത് എന്നുള്ളത് ആണ് ഇവിടെ എഴുതേണ്ടത്. അതേപോലെ 8 വരെയുള്ള സെൻറ്റൻസുകൾ ഈ മുകളിൽ കൊടുത്ത വെർബുകൾ നോക്കി അതിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതി ഏതാണോ സൂട്ടബിൾ എന്നുള്ളത് എഴുതി ഫില്ല് ചെയ്യുക. എന്നിട്ട് അത് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. ഇനി നോക്കൂ, രണ്ടാമത്തെ എക്സസൈസ്. റൈറ്റ് ദ പാസ്റ്റ് സിമ്പിൾ ഓഫ് ദീസ് വെർബ്സ്. ഓക്കെ, ഈ വെർബുകളുടെ എല്ലാം പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് നിങ്ങൾ എഴുതുക. ഗെറ്റ് എന്നുള്ളതിൻ്റെ ഗോട്ട് എന്നുള്ളതോടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സി എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, പ്ലേ എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, പേ എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, വിസിറ്റ് എന്നുള്ളതിൻ്റെ എന്തായിരിക്കും,
ബൈ എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, ഗോ എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, തിങ്ക് എന്നുള്ളതിൻ്റെ എന്തായിരിക്കും, കോപ്പി എന്നുള്ളതിൻ്റെ എന്തായിരിക്കും. അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. എഴുതിയ ശേഷം ചെക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കൂ. റീഡ് അബൌട്ട് ലിസാസ് ജേർണി ടു മാഡ്രിഡ്. മാഡ്രിഡിലേക്കുള്ള ലിസയുടെ ജേർണിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ നോക്കുക. പുട്ട് ദ വെർബ്സ് ഇൻ കറക്റ്റ് ഫോം. വെർബുകളെല്ലാം കറക്റ്റ് ഫോമിൽ എഴുതുക. ഓക്കെ. അപ്പോൾ അവിടെ ആദ്യം വിളിക്കുന്നു, എയർപോർട്ടിലേക്ക് പോകുന്നു, ചായ കുടിക്കുന്നു, പാസ്പോർട്ട് ചെക്കിങ്, വിൻഡോ ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ മാഡ്രിഡിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സെൻറ്റൻസ് കൊടുത്തു. ലാസ്റ്റ് ട്യൂസ്ഡേ ലിസ ഫ്ലൂ ഫ്രം ലണ്ടൻ ടു മാഡ്രിഡ്. ഓക്കെ. അപ്പോൾ അവിടെ ഫ്ലൂ എന്നുള്ളത്, ഫ്ലൈ എന്നുള്ളതിൻ്റെ ഫ്ലൂ എന്നുള്ളത് കൊടുത്തു, പറന്നു എന്നുള്ളത് കൊടുത്തിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഷീ ഡാഷ് അപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് ആണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാ വെർബിൻ്റെയും ഫസ്റ്റ് ഫോമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വെർബ് എടുത്ത് ഈ വെർബിൻ്റെ പാസ്റ്റ് രൂപമാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ആൻസർ കീ നോക്കിയതിന് ശേഷം നിങ്ങൾ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ അധ്യായം പഠിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, നാലാമത്തെ എക്സസൈസ്. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് പാസ്റ്റ്, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്. ഇന്നലെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയെക്കുറിച്ച് നിങ്ങൾ സെൻറ്റൻസുകൾ എഴുതുക എന്നുള്ളതാണ്. ജിം ഓൾവേസ് ഗോസ് ടു വർക്ക് ബൈ കാർ. ജിം എപ്പോഴും കാറിലാണ് ജോലിക്ക് പോകുന്നത്. യെസ്റ്റർഡേ ഹി വെൻറ്റ് ടു ദ വർക്ക് ബൈ കാർ. ഓക്കെ. ഇന്നലെ അദ്ദേഹം ജോലിക്ക് കാറിൽ പോയി എന്ന് ആ സെൻറ്റൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയിരിക്കുന്നു. അതേപോലെ തന്നെ 2 മുതൽ 8 വരെയുള്ളത് നിങ്ങൾ ഈ സെൻറ്റൻസിനെല്ലാം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഉത്തരം ചെക്ക് ചെയ്യുക. ഓക്കെ. ഇനി അഞ്ചാമത്തെ എക്സസൈസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സസൈസ് ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഡയറി എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. റൈറ്റ് സെൻറ്റൻസസ് അബൌട്ട് വാട്ട് യു ഡിഡ് യെസ്റ്റർഡേ. ഇന്നലെ എന്തൊക്കെ ചെയ്തു ആ കാര്യങ്ങളെല്ലാം എഴുതുക. ഉദാഹരണം, ഐ പ്ലേഡ് വോളിബോൾ യെസ്റ്റർഡേ. ഓക്കെ. ഞാൻ ഇന്നലെ വോളിബോൾ കളിക്കും എന്നർത്ഥം വരുന്നു. ഇനി നിങ്ങൾ ഇന്നലെ ചെയ്ത ഒരു 6 പ്രവൃത്തി ഇവിടെ എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. വളരെ ലളിതമായി കാര്യങ്ങൾ പഠിച്ചു. സിമ്പിൾ പാസ്റ്റ്, വാച്ച് എന്നുള്ളത് വാച്ച്ഡ് എന്നായി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തു എന്നർത്ഥം വരുന്നു. എല്ലാ വെർബുകളെയും ഇടി ചേർത്ത് കഴിഞ്ഞാൽ ചെയ്തു എന്നാണ് അർത്ഥം വരുന്നത്. എന്നാൽ കുറച്ച് വെർബുകൾ വ്യത്യസ്തമാണ്. അത്തരം വെർബുകളെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത് അപ്പൻഡിക്സിൽ കൊടുത്തിട്ടുണ്ട്. അവസാന പേജുകളിൽ 5ാമത്തെ അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൻഡിക്സ് 2, 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണാപ്പാഠം പഠിക്കണം. ബാക്കിയെല്ലാം ഇടി ചേർക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്, ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ലെസനുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.